الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم واعبد ربك حتى يأتيك اليقين ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഏറ്റവും ഉത്തമനായിരിക്കുക, നല്ലവനായിരിക്കുക, കൂടെ ജീവിക്കുന്നവർക്കും സമൂഹത്തിലുള്ളവർക്കും ഈ പ്രകൃതിക്കും ജന്തുജാലങ്ങൾക്കും ഉൾപ്പെടെ ഉപകാരപ്പെട്ടവനായി മാറുക എന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അവനത് അനിവാര്യമായ ഒരു കാര്യവുമാണ്. ഒരാൾ ഉന്നതനായിരിക്കാൻ, ഉത്തമനായിരിക്കാൻ ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തപ്പെടാറുണ്ട്. പദവികളും സമ്പത്തും യോഗ്യതകളും ഭൗതികമായ സജ്ജീകരണങ്ങളും ഉണ്ടായാൽ ഏറ്റവും നല്ലവനാകാം, സമൂഹത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പദവിയേക്കാളും സമ്പത്തിനേക്കാളും ഒരാളെ ഉത്തമനാക്കുന്നത് അയാളുടെ സ്വഭാവ വൈശിഷ്ട്യമാണ്. നബിയുമായി സഹകരിച്ച് ജീവിച്ച് നാട്ടിലേക്ക് തിരിച്ചുപോയ ആളുകൾ പറഞ്ഞത്, ഏറ്റവും നല്ലൊരു വ്യക്തിത്വത്തിന്റെ അടുക്കൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്നാണ്. നബിയുടെ സമ്പത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്തുക്കളുടെ ക്വാളിറ്റിയും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ അവരെ ആകർഷിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വൈശിഷ്ട്യവും അവിടുത്തെ വിശുദ്ധമായ കർമ്മങ്ങളുമായിരുന്നു. മനുഷ്യരിൽ ഉത്തമരാകാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും മുന്നിൽ വെച്ച് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഖുതുബയിൽ നാം ശ്രവിക്കാൻ പോകുന്നത്.
ഒന്നാമത്തെ കാര്യം അൻ യകൂന അലാ ഇബാദത്തി റബ്ബിഹി മുഖ്ബില, സദാസമയം അല്ലാഹുവിനുള്ള ഇബാദത്തിൽ ശ്രദ്ധ ചെലുത്തുന്നവനാവുക എന്നതാണ് ഒരാൾ നല്ലവൻ എന്നതിന് ഒന്നാമത്തെ വിശേഷണമെന്ന് പറയുന്നത്. ഒരു വിശ്വാസിയുടെ എന്നല്ല മനുഷ്യരുടെ അഖിലവും ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ആരാധനയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹു ഉണ്ടാക്കിയത് അല്ലാഹനെ ആരാധിക്കാനാണ്. എപ്പോഴും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുമായിട്ട് അടുക്കാനുള്ള ഇബാദത്തുകളിൽ മുഴുകുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. മക്കക്കാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല വിധത്തിൽ പ്രയാസപ്പെടുത്തിയപ്പോൾ അല്ലാഹു നബിയോട് ആശ്വാസ വചനങ്ങളായി പറഞ്ഞത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ എത്തുന്നവരേക്കും താങ്കൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ദൃഢവിശ്വാസം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇബാദത്ത് വേണ്ട എന്നല്ലതിന്റെ അർത്ഥം. സൂഫിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ആയത്തല്ല അത്. അവിടെ യഖീൻ എന്ന് പറയുന്നത് മരണമാണ്. മരണമെത്തും വരേക്കും നീ റബ്ബിന് വഴിപ്പെട്ട് ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ പോകുമെന്നുറപ്പുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ വീഴ്ചകളും പൊറുക്കപ്പെട്ട റസൂലുള്ളാഹ്, അവിടുന്ന് നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അവിടുന്ന് തിരിച്ചു പറഞ്ഞ വാക്ക് അഫല അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ഒരാളാകണ്ടേ ആയിഷ എന്നാണ് തിരിച്ചു ചോദിച്ചത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ഇബാദത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക പരമാവധി ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകമായ സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ വരുന്നതുമായി ബന്ധപ്പെട്ട് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തെ നമ്മുടെ മുൻഗാമികളൊക്കെ കണ്ടതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അവർ ഇജ്തിഹാദ ഇജ്തിഹാദൻ ശദീദ, പരമാവധി കഠിനാധ്വാനം ചെയ്യുമായിരുന്നു, മുണ്ട് മുറുക്കിയെടുക്കുമായിരുന്നു, കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു, മഹത്വമുള്ള സമയത്തെ, മഹത്വമുള്ള സ്ഥലത്തെ, മഹത്വമുള്ള ആരാധനകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങേയറ്റത്തെ മാത്സര്യവും താല്പര്യവും കാണിച്ചിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ. നല്ല നിയ്യത്തോടുകൂടെ നമ്മൾ ചെയ്യുന്ന ഭൗതികമായ കാര്യങ്ങൾ പോലും പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഇണകൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സ്ഥാപനത്തിന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വരെ നമുക്ക് ഇബാദത്താക്കാൻ പറ്റും. ജീവിതത്തുടനീളം നല്ലൊരു മനസ്സും നല്ലൊരു തെളിച്ചവും നല്ലൊരു നിയ്യത്തും വെച്ചുകൊണ്ട് എല്ലാ നന്മകളിലും നമ്മൾ വ്യാപൃതരാകുന്നതിലൂടെ സുഹൃത്തുക്കളെ നമുക്ക് വലിയ പുണ്യം ലഭിക്കുകയാണ്. നമ്മൾ ഉത്തമന്മാരുടെ ലിസ്റ്റിൽ പെടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്വമുഹ, സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്ന് പറയുന്നത് അത് പെർഫെക്റ്റായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ സ്ഥിരമായി ഏറ്റവും മനോഹരമായി ഇത്ഖാനോടുകൂടെ പടച്ച റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തായി പരിചയപ്പെടുത്തിയ കാര്യങ്ങളും നമുക്ക് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തുകളുമെല്ലാം നല്ല നിയ്യത്തോടെ നിർവഹിക്കുക എന്നത് ജീവിതത്തിലെ അജണ്ടയായി മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ശ്രേഷ്ഠരാണ്. അതിനുള്ളൊരു തൗഫീഖിന് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന പ്രാർത്ഥന അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അത് പതിവാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിത്യജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട നിർബന്ധമായിട്ടുള്ള ഫർദ് നമസ്കാരങ്ങളും മറ്റു കാര്യങ്ങളും ചിട്ടയായി ജമാഅത്തായി നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം ദിനം പ്രതി ഖുർആൻ പാരായണം ചെയ്യുകയും അദ്കാർ സബാഹ് വൽ മസാ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ ചൊല്ലുകയും നിത്യജീവിതത്തിൽ നമ്മൾ ഓരോ സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ടതായ പ്രാർത്ഥനകൾ, ഔറാദുകൾ, കാര്യങ്ങളൊക്കെ ചിട്ടയായി മുടങ്ങാതെ കൊണ്ടുപോവുകയും ഐച്ഛികമായ ധാരാളം നിസ്കാരങ്ങളാകട്ടെ, മറ്റു നോമ്പുകളാകട്ടെ, മറ്റൊരുപാട് ആരാധനകൾ അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അല്ലാഹുവിനുള്ള ആരാധനയിൽ ശ്രദ്ധയുള്ളവനാവുക എന്നതാണ് ഉത്തമനാകാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റിയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. രണ്ടാമത്തേത് അയ്യകൂന നഫ്ഉഹു ലിൽ ഖൽഖി ളാഹിറ, സൃഷ്ടികൾക്ക് ഉപകാരപ്രദമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നമ്മള് ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് എന്താണ് അടയാളമുള്ളത്? നമ്മളെക്കൊണ്ട് സമാധാനം കൊള്ളുന്ന, നമ്മളെക്കൊണ്ട് ആശ്വാസം കൊള്ളുന്ന, നമ്മളെക്കൊണ്ട് കരകയറിയ, നമ്മളെക്കൊണ്ട് തന്റെ ജീവിതത്തിന്റെ ഭാരം അത് ഇറക്കി വെക്കുന്ന എത്ര ആളുകളുണ്ടാകും?
സത്യം പറഞ്ഞാൽ ഒരു കണ്ടറിവ് എന്നത് ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. കണ്ടറിവുണ്ടായിരിക്കുക എന്നുള്ളത്. വഴിയിലൊരു മരക്കൊമ്പ് കിടക്കുമ്പോൾ അതിനെ കട്ട് ചെയ്തു പോവുകയാണ് അധികം ആളുകളും. അതൊന്ന് മാറ്റിയിട്ടാൽ സ്വതക്കയുടെ കൂലിയാണ്. പുണ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളെ കണ്ടറിഞ്ഞ് നമ്മൾ ഉപദേശിച്ച് നന്മയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ അവൻ ചെയ്യുന്ന അതേ കൂലി നമുക്ക് ലഭിക്കുകയാണ്. പാവപ്പെട്ട ആളുകളെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. പ്രയാസപ്പെടുന്ന ഒരുത്തന്റെ ദുനിയവിയായ പ്രയാസം നീ നീക്കിക്കൊടുത്താൽ ഇതിനേക്കാൾ വലിയ ഏറ്റവും വലിയ പ്രയാസം അത് പരലോകത്ത് വരാനുണ്ട്. അത് അല്ലാഹു നിനക്ക് നീക്കിത്തരുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ യസ്സറ അലാ മഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ. പ്രയാസപ്പെടുന്നവൻ ആരെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ ദുനിയാവിലും പരലോകത്തും അല്ലാഹുവിന് എളുപ്പമുണ്ടാക്കി കൊടുക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു ഒരാളെ സഹായിച്ചുകൊണ്ടേയിരിക്കും എത്രത്തോളം അവൻ മറ്റൊരാളെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്ന സമയം അത്രയും എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവരായിരിക്കുക. ഖുർആൻ പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പാപത്തിലും വിധ്വംസകതയിലും അക്രമത്തിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത്. നിങ്ങൾ ബിർറിലും തഖ്വയിലും പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കൊരു മുൻഗണന. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് ആവശ്യമുണ്ടായിരിക്കെ തന്നെ അവർ മറ്റുള്ളവരെ പരിഗണിച്ചു എന്നത് അൻസാരികളെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹു ഖുർആനിൽ ഇറക്കിയ ആയത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖൈറുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? അൻഫഉഹും ലിന്നാസ്. എങ്ങനെയൊക്കെ ജനങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുമോ, ബുദ്ധിമുട്ടാക്കാൻ പറ്റുമോ, അങ്ങനെ ഉപദ്രവിക്കാൻ ബുദ്ധിമുട്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ സുഹൃത്തുക്കളെ പലതരത്തിലുള്ള ഗൂഢമായ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ഉപകാരം ചെയ്യാന്നുള്ളതല്ല, ഒരാളെ എത്രത്തോളം ഉപദ്രവിക്കാൻ സാധിക്കും എന്നതാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ലവൻ ജനങ്ങൾക്ക് ഏറ്റവും നന്നായി ഉപകാരം ചെയ്യുന്നവനാണ്. അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് അല്ല കരുണ കാണിക്കുന്ന. ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല വ്യക്തിയാണ്. ആ പ്രവാചകന്റെ ആദ്യത്തെ വഹയിന്റെ അനുഭവത്തിൽ പേടിച്ച് വിറച്ച് ഖദീജ ബിയുടെ അടുക്കലേക്ക് വരുമ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബിയെ ആശ്വസിപ്പിച്ചത് എങ്ങനെയാണ്? കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. അല്ലാഹ് നിങ്ങളെ ഒരിക്കലും വിഷമിപ്പിക്കുകയില്ല, ഒരിക്കലും അപമാനിക്കുകയില്ല. കാരണം എന്താണ്? ഇന്നക ലതസിലുർ റഹീം. അപമാനം ഭയക്കുന്ന ആൾക്കാർ, വിഷമങ്ങൾ ഭയക്കുന്ന ആൾക്കാർ, നബിയിലുണ്ടായ ഈ ക്വാളിറ്റി നമ്മളിലുണ്ടെന്ന് ഉറപ്പിക്കുക. എന്താണ്? ഇന്നക ലതസിലുർ റഹീം, താങ്കൾ കുടുംബം ചേർക്കുന്നവനാണ്. വതഹ്മിലുൽ കല്ല, അശരണരുടെ ഭാരം പേറുന്നവനാണ്. വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവർക്ക് സമ്പാദിച്ചു കൊടുക്കുന്നവനാണ്. വതഖരി അദ്ദൈഫ്, താങ്കൾ അതിഥികളെ ആദരിക്കുന്നവനാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, സത്യമാർഗത്തിൽ പ്രയാസങ്ങളിൽ ജനങ്ങളെ സഹായിക്കുന്നവരുമാകുന്നു താങ്കൾ എന്നാണ്. ഇത്രയും ക്വാളിറ്റി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങും മുമ്പേ ഉണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ അദ്ദേഹത്തിന്റെ നന്മകൾ പറഞ്ഞുകൊണ്ട്, ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഒരാളെ ആശ്വസിപ്പിക്കണം എന്നുകൂടെ ഖദീജ റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സന്ദർഭത്തിൽ പരാജയം ഏറ്റുവാങ്ങി വീട്ടിലേക്ക് കയറി വരുന്ന ഒരു കുട്ടിയോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? ആ കുട്ടിയുടെ നന്മകളും അവന്റെ മറ്റുള്ള ഗുണങ്ങളും അവൻ നേടിയെടുത്ത മറ്റു നേട്ടങ്ങളും അവനെ ഓർമ്മപ്പെടുത്തിയിട്ട് അവന്റെ കോൺഫിഡൻസ് ലെവൽ തകർന്നു പോകാതെ, നിരാശയില്ലാതെ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്ത വിധം അവന് കൊടുത്തിട്ടുള്ള കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാന്നുള്ളതാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ട്രീറ്റ് ചെയ്ത ആ ഒരു ഭാഗം നമ്മളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരുടെ ആവശ്യത്തിന് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വയോധികയെ പരിചരിച്ച ആളാണ്, യതീം മക്കളെ പരിചരിച്ച ആളാണ്. ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ഇനി ആര് നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുമെന്ന് നാട്ടിലെ പാവപ്പെട്ടവർ ആധിയിലായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ തന്നെ നിങ്ങളുടെ ആടിനെ കറക്കുമെന്നാണ്. രാജ്യം ഭരിക്കുമ്പോഴും പാവങ്ങളുടെ ആടിനെ കറന്നു കൊടുക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. രാത്രിയിൽ ഉറക്കമൊഴിച്ച് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടത് മോഷണത്തിനല്ല, മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല,
പ്രജകളുടെ പ്രയാസം തൊട്ടറിയാൻ വേണ്ടിയായിരുന്നു എന്നത് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ പരിസരത്തുള്ളവർ, നമ്മുടെ കൂടെ സഹവസിക്കുന്നവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, എവിടെയെല്ലാം ആരെങ്കിലുമായിട്ട് ഏതെങ്കിലും മനുഷ്യന്മാരുമായിട്ട് നമുക്ക് ബന്ധമുണ്ടോ അവർക്കൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഉപകാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് പടച്ചവനുള്ളതാണ്, രണ്ട് പടപ്പുകൾക്കുള്ളതാണ്. മൂന്നാമത്തെ സുഹൃത്തുക്കളെ അയ്യകൂനന്നാസു മിൻ ശർരിഹി ആമിനീൻ, ജനങ്ങൾ അവന്റെ ഷർറിൽ നിന്ന് സുരക്ഷിതരായിരിക്കുക, നിർഭയരായിരിക്കുക എന്നുള്ളതാണ്. നമ്മളെക്കുറിച്ച് ആർക്കും ഒരു ആധിയോ ആശങ്കയോ പേടിയോ ഉണ്ടാകാൻ പാടില്ല. ഇനി അയാൾ എനിക്കെതിരെ എന്ത് ചെയ്യുമോ ആവോ, അയാൾ എന്നെ ഉപദ്രവിക്കുമോ ആവോ, അയാൾ എന്റെ സമ്പത്ത് അപഹരിക്കുമോ, അയാൾ എന്റെ കുടുംബത്തെ പ്രയാസത്തിലാക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെക്കുറിച്ചൊരു ഭയവും ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റികൾ, അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരാൾക്കും മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ കുടുംബപരമായോ ഒരു തരത്തിലുമുള്ള ഉപദ്രവം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. നാവ് കൊണ്ടോ കൈകൊണ്ടോ ഒരു തരത്തിലും. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറഞ്ഞത് കണ്ണുകൊണ്ടും വായ കൊണ്ടും അതുപോലെ തന്നെ ആക്ഷൻസ് കൊണ്ടുപോലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന, ഉപദ്രവിക്കുന്ന, വിഷമിപ്പിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദിച്ചുകൊണ്ടിറക്കിയ ആയത്താണ് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്നത്. ഖുർആൻ പറഞ്ഞില്ല, വിശ്വാസികളെ വിളിച്ചിട്ട് ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ യകൂനു ഖൈറൻ മിൻഹും, നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുത്, നിങ്ങളെക്കാൾ ഉത്തമരായിരിക്കാം അവർ എന്നതാണ്. സ്ത്രീകളോട് പ്രത്യേകം പറയുകയുണ്ടായി, വല യഅതബ് ബഅദുകും ബഅദ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. കുറ്റവും കുറവില്ലാത്ത മനുഷ്യന്മാരാരാണുള്ളത്? അബദ്ധങ്ങൾ സംഭവിക്കും. ആ സംഭവിച്ച അബദ്ധങ്ങൾ പടച്ചവൻ പൊറുത്താലും പടപ്പുകൾ പൊറുക്കില്ലെന്ന അവസ്ഥ സുഹൃത്തുക്കളെ ഉണ്ടാകുന്നു നമ്മുടെ സമൂഹത്തിൽ. പടച്ചറബ് സുബ്ഹാനഹു വ തആലയുടെ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത തെറ്റുകൾ സമൂഹത്തിലൂടെ പ്രചരിപ്പിച്ച് ആളുകളെ അപമാനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ ഇന്ന് ധാരാളമാണ്. വാശി തീർക്കാൻ, വൈരാഗ്യം തീർക്കാൻ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ, പ്രയാസപ്പെടുത്താൻ, തനിക്കുള്ളത് ലഭിച്ചില്ല എന്നതിന്റെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കൊരു വിശ്വാസി ഒരു നിലക്കും ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദിഹി, ഒരു മുസ്ലിം ആരാണ്? തന്റെ നാവ് കൊണ്ടും തന്റെ കയ്യിൽ നിന്നും മറ്റൊരാൾ സുരക്ഷിതനാകണം, എങ്കിലാണ് ഒരാൾ യഥാർത്ഥ മുഅ്മിനാവുക എന്നാണ്. അൽ മുഅ്മിൻ മൻ അമിനഹു നാസ് അലാ അംവാലിഹിം വ അൻഫുസിഹിം, ജനങ്ങളുടെ ധനത്തിനും ജീവനും ആരിൽ നിന്നാണ് സുരക്ഷിതത്വം ലഭിക്കുന്നത് അവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്നാണ്. അപ്പൊ നമ്മൾ ആരും പേടിച്ചടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാകരുത്. പരസ്യമായോ രഹസ്യമായോ മറ്റൊരാൾക്ക് നമ്മളൊരു ഉപദ്രവം വരുത്തും എന്നൊരു ആധി ആർക്കും ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരുമ്പോ ഒരു മനുഷ്യൻ വിറവുകൊണ്ട് നബിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ എന്നെ ഭയക്കേണ്ടതില്ല, ഞാനൊരു രാജാവല്ല. ഈ മക്കയിൽ ഉണക്കമാംസം കഴിച്ച് ജീവിച്ച ഒരു സാധാരണ പെണ്ണിന്റെ ഒരു കുട്ടിയായി വളർന്നവനാണ് ഞാൻ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളൊരു ഭീഷണിയാകരുത്, നമ്മളൊരു വെല്ലുവിളിയാകരുത്, നമ്മൾ ഒരു തരത്തിലും ഒരാളെയും ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ ആയാൽ എന്താണ് പ്രശ്നം? ആളുകൾക്കിടയിൽ നമ്മൾ വലിയ ആളൊക്കാവും, പക്ഷേ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളെല്ലാം തകരും. ഇവിടെ വാശി തീർക്കാം, ഇവിടെ ഒരാളെ ഉപദ്രവിക്കാം, ഗൂഢതന്ത്രങ്ങൾ മെനയാം, പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്താം, പക്ഷേ ഒരു പരലോകം വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അക്രമത്തിനിരയായവരാരാണോ അവരെ അല്ലാഹു സഹായിക്കുകയും നാം ആരുടെ അഭിമാനത്തിലാണോ കളിച്ചത്, ആരുടെ ദീനിലാണോ കളിച്ചത്, ആരുടെ സമ്പത്തിലാണോ കളിച്ചത്, ആരെ ശാരീരികമായിട്ടാണോ ഉപദ്രവിച്ചത്, നമ്മുടെ കർമ്മങ്ങളെല്ലാം അയാൾക്ക് വെച്ചുകൊടുത്ത് അയാളുടെ വീഴ്ചകളെല്ലാം നമ്മുടെ രേഖയിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ട് നരകത്തിലെറിയുന്ന സാഹചര്യം ഉണ്ടാകും. സൂക്ഷിക്കുക. അതദറൂന മൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി യൗമൽ ഖിയാമ ബിസലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, സകാത്തും സിയാമും സ്വലാത്തും ധാരാളം നന്മകളുമായിട്ട് രാവും പകലും ദീനിനു വേണ്ടി പരിശ്രമിച്ച് അധ്വാനിച്ച സമ്പത്ത് ചിലവഴിച്ച് ഓടി നടന്ന മനുഷ്യന്മാർ, അവർ ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വദറബ ഹാദാ, മറ്റുള്ളവരെ ചീത്ത വിളിക്കുകയും അവരുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുകയും അവരുടെ സമ്പത്ത് അപഹരിക്കുകയും അവരുടെ രക്തം ചിന്തുകയും അവരെ കൊല ചെയ്യുകയും വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെ ശാരീരികമായിട്ട് വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ
അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത നന്മകൾ എത്ര ബൃഹത്തായതായിട്ടും കാര്യമില്ല. മനുഷ്യരുടെ കണ്ണിൽ അവർ പുണ്യവാളന്മാരായിരിക്കാം, അറിയപ്പെടുന്ന ആളുകളായിരിക്കാം, പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ അവർ മുഫ്ലിസുകളായിട്ട് മാറുമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവരാവുക. ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എന്തും പ്രചരിപ്പിക്കാം, എന്തും അയച്ചു കൊടുക്കാം, അല്ലെ? ഏത് തരത്തിലുള്ള കമന്റും ഇടാം. നമുക്ക് തോന്നുന്നതെല്ലാം ചെയ്യാൻ വികാരത്തിന്റെ അതിപ്രസരത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കൂട്ടുക എന്നത് സുഹൃത്തുക്കളെ നമുക്കൊരിക്കലും കരണീയമല്ല. കാരണം ചോദ്യങ്ങളാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ചോദ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്താതിരിക്കുക. സൈബർ ബുള്ളിങ്, ട്രോളുകൾ, അതുപോലെയുള്ള തെറ്റായ കമന്റുകൾ, ഇത്തരം കാര്യങ്ങൾ വൻ പാപങ്ങളിലേക്ക് വരെ എത്തിപ്പെടുമെന്ന കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു നിലക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുന്നവരായി നമ്മൾ മാറുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, സ്വന്തം മകൾക്കെതിരെ വ്യഭിചാരാരോപണം നടത്തുക എന്നുള്ള ചെറിയ കുറ്റാണോ? അല്ലല്ലോ. അങ്ങനെ ഉണ്ടായിട്ട് പോലും അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കിയത്. നിങ്ങൾക്ക് അല്ലാഹു വിട്ടുപുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളോട് അതിക്രമം ചെയ്തവർക്ക് മാപ്പ് കൊടുക്കണമെന്ന്, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങിയപ്പോൾ സ്വന്തം മകൾക്കെതിരെ വ്യഭിചാരാരോപണം നടത്തിയ ആളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിച്ച് അയാളെ പരിചരിക്കുകയും അയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ പോലും അങ്ങോട്ട് ഉപദ്രവിക്കാൻ പാടില്ലെന്നും അങ്ങനെ ചെയ്യുന്നവനല്ല വിശ്വാസി എന്നും പറയുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മിൽ നിന്ന് നന്മകൾ മാത്രമേ ഉണ്ടാകാവൂ. കാരണം നമുക്കൊരു ഖബറുണ്ട്, നമുക്കൊരു പരലോകമുണ്ട്, നമുക്കൊരു പടച്ചവനുണ്ട്. ആ പടച്ചവന്റെ മുമ്പിൽ നമ്മുടെ ചെയ്തികൾ വരും എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. സുഹൃത്തുക്കളെ, നാലാമത്തെ കാര്യം, ഉത്തമനായ മനുഷ്യന്റെ നാലാമത്തെ ക്വാളിറ്റി അയ്യകൂന അമ്മാ ഫീ ഐദിന്നാസി ആയിസ, മറ്റുള്ളവരുടെ സമ്പത്തിൽ ജനങ്ങളുടെ കൈവശമുള്ളതിൽ പ്രതീക്ഷ വെക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് കിട്ടിയ സ്ഥാനങ്ങൾ, അവർക്ക് കിട്ടുന്ന വളർച്ചകൾ, അവരുടെ കയ്യിലുള്ള സമ്പത്ത്, അവർക്ക് സമൂഹം നൽകുന്ന ആദരവ്, ഇതിലെല്ലാം കണ്ണുക്കടി ഉണ്ടാവുക, ഇതിലെല്ലാം അസൂയ ഉണ്ടാകുക, അതിലെല്ലാം കുശുമ്പുണ്ടാകുക, അത് തകർന്നു കാണാൻ ആഗ്രഹിക്കുക, അത് തകരാൻ വേണ്ടിയിട്ട് ഗൂഢമായി പരിശ്രമിക്കുക. അങ്ങനെയുള്ള അവസ്ഥകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവർക്ക് നൽകപ്പെട്ടതിൽ നമുക്ക് യാതൊരു തരത്തിലുമുള്ള വിഷമവും ഉണ്ടാകാൻ പാടില്ല. കാരണം പടച്ചോൻ കൊടുത്തതാണ്. ആ പടച്ചോൻ കൊടുത്ത കാര്യത്തിൽ നാം തൃപ്തരാവുക, അവർക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നല്ലാതെ മറ്റുള്ളവർക്ക് നൽകപ്പെട്ട ഐശ്വര്യത്തിൽ കണ്ണുവെച്ച് നടക്കുന്നൊരവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമുക്കെന്താണോ പടച്ച റബ്ബ് നൽകിയത് അതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു നല്ല മനുഷ്യന്റെ ക്വാളിറ്റിയാണ്. ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബകല്ലാഹ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ ഒരു പരീക്ഷണമായിട്ടാണ് വെച്ചത്. അതുകൊണ്ട് ഈ ദുനിയാവിനോട് നിനക്ക് വിരക്തിയുണ്ടോ, പടച്ച റബ്ബ് നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീ ഐദിന്നാസ് യുഹിബ്ബകന്നാസ്. ജനങ്ങളുടെ കൈകളിലുള്ളത് നീ ആഗ്രഹിക്കാതിരിക്കുക, എന്നാൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. ദുനിയാവിനെ നീ ആഗ്രഹിക്കാതിരുന്നാൽ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കൈയുള്ളത് ആഗ്രഹിക്കാതിരുന്നാൽ നിന്നെ ജനങ്ങളും ഇഷ്ടപ്പെടുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഐശ്വര്യം എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ മനസ്സിനുണ്ടാണ് ഐശ്വര്യം. അല്ലാതെ കുറേ സമ്പത്തും കുറേ സൗകര്യങ്ങളും മറ്റുള്ളവർക്കൊക്കെ കിട്ടിയതൊക്കെ എനിക്കും വേണം എന്ന ആ ഒരു ധാഷ്ട്യം ഒരിക്കലും നമുക്കുണ്ടായിരുന്നു. ഈ ചെറുപ്പകാലത്തെ ചില വാശികളും സ്വഭാവങ്ങളും ഇപ്പോഴും നമ്മൾ പേറിക്കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോയെന്ന് നമ്മൾ നല്ലോണം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വലുതായി വളർന്ന് ഒരുപാട് ഡെസിഗ്നേഷനുകൾ അലങ്കരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ആ ചെറുപ്പത്തിലെ ചില സ്വഭാവങ്ങൾ നമുക്ക് ഇപ്പോഴും അത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കാണുന്നുള്ള സ്വാഭാവികം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ അവിടങ്ങളിൽ നമ്മൾ തിരുത്തുകൾ വരുത്തണം എന്നുള്ളതാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് പോവുക, സ്വയം പര്യാപ്തതയും കഠിനാധ്വാനവും നേടിയെടുക്കുക, അനാവശ്യമായ കടബാധ്യതകളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾക്ക് നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ അധ്വാനിക്കുക, മറ്റുള്ളവരോട് ചോദിക്കാതിരിക്കുക. ആരെങ്കിലും ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, അതായത് ജനങ്ങളോട് ഇരക്കാനിറങ്ങാതൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവന് പരിശുദ്ധി നൽകും. ഓനെ ഇരക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കൂല. എപ്പോഴും ഇങ്ങനെ പായേരം പറ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ആ പായേരം പറിച്ച് നിർത്തിയാൽ തന്നെ എല്ലാ പായേരം തീരും. രണ്ടാമത് റസൂൽ പറയുന്ന, ആരെങ്കിലും ജനങ്ങളിൽ നിന്ന് ഐശ്വര്യം നടിച്ചാൽ, അതായത് ജനങ്ങളോട് ചോദിക്കാതെ ചോദിക്കാനുള്ളതൊക്കെ പടച്ചോനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് ഐശ്വര്യം നൽകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ 4 ക്വാളിറ്റി നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഒന്ന്, സദാസമയം ആരാധനകളിൽ മുഴുകുന്നവനായിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ആയിട്ടുള്ളത്. രണ്ടാമത്തത്,
ജനങ്ങൾക്ക് നമ്മളെ കൊണ്ടൊരു ഉപദ്രവവും ഉണ്ടാകാതിരിക്കുക, നമ്മുടെ ഉപദ്രവത്തെ തൊട്ട് ജനങ്ങൾ നിർഭയരാവുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ഉപകാരമുണ്ടാകുന്നതോടൊപ്പം ജനങ്ങൾക്ക് നമ്മളെ കൊണ്ട് ഉപകാരമുണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമത്തത് നമ്മളെ കൊണ്ട് ഉപദ്രവമില്ലാതിരിക്കുക എന്നുള്ളതാണ്. നാലാമത്തത് ജനങ്ങളുടെ കൈകളിലുള്ള നമ്മൾ ആഗ്രഹിക്കാതെ പടച്ചിറപ്പ് നമുക്ക് നൽകിയത് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നല്ല ഗുണഗണങ്ങൾ ഒത്തിണങ്ങിയ വിശ്വാസികളാക്കി നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു നല്ല മനുഷ്യനായിരിക്കാൻ അയാൾ പാലിക്കേണ്ട 5 കാര്യങ്ങളിലെ 4 നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. 5ാമത്തെ കാര്യം അയ്യകൂന ലിൽ മൗതി മുസ്തഇദ്ദ, മരണത്തിനായിട്ട് സദാസമയം ഒരുങ്ങുന്നവനാവുക എന്നതാണ്. പടച്ചറബ് സുബ്ഹാനഹു വ തആല നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വന്നെത്തിക്കഴിഞ്ഞാൽ നമ്മൾ മരിക്കും. ആളുകൾ നമ്മളെ എടുത്തുകൊണ്ടുപോയി നമ്മൾ ധരിച്ച വസ്ത്രമെല്ലാം കീറി നമ്മളെ കുളിപ്പിച്ച് കഫൻ പുടയിൽ പൊതിഞ്ഞ് വരാനുള്ള കാണാനുള്ള മുഴുവൻ ആളുകൾക്കും കാണിച്ചു കൊടുത്ത് അവസാനം മയ്യത്ത് കട്ടിലേക്ക് വെച്ച് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും. പള്ളിയിൽ കൊണ്ടുപോയി നമസ്കരിച്ച് ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ഖബറടക്കി 3 പിടി മണ്ണും വാരിയിട്ട് ആളുകൾ തിരിച്ചു പോന്നാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ റിസൾട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ആരും ഇപ്പോൾ ആ അവസ്ഥയിലല്ല. നമ്മൾ ജീവനോടെ ഉണ്ട് എന്നത് നമുക്ക് നന്മയിലേക്ക് മടങ്ങാനുള്ള വലിയൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പിനുള്ള സമയവും സന്ദർഭവുമാണിത്. നമ്മുടെ ജോലിയെ, നമ്മുടെ മറ്റു കാര്യങ്ങളെ ഒന്നും ബാധിക്കാതെ തന്നെ ഇബാദത്ത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നത് ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ് നമ്മൾ. റമദാൻ നമുക്കൊരു പ്രയാസമായിരുന്നില്ല. പലതരത്തിലുള്ള ആരാധനകളും പല കർമ്മങ്ങളും ജീവിതത്തിൽ പലപ്പോഴും ചെയ്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ അതിനൊക്കെ ഒരു നൈരന്തര്യം, ഒരു തുടർച്ച നിലനിർത്തി പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നത് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. വല്ലപ്പോഴും കട തുറന്നു വെച്ചാൽ ആരാണ് ആ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചു പോവാ? അയാൾ സ്ഥിരമായിട്ട് തുറക്കാറില്ല. അവിടെ ആളുണ്ടാവില്ല, അപ്പുറത്ത് പോയിക്കോളി എന്നല്ല ആൾക്കാർ പറയാം. അതുകൊണ്ട് ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ നൈരന്തര്യം കാത്തുസൂക്ഷിക്കുന്നു. സൗന്ദര്യം നിലനിർത്താൻ സ്ഥിരമായി ചെയ്യേണ്ടത് ചെയ്യുന്നു, അല്ലെ? ആരോഗ്യം നിലനിർത്താൻ ചെയ്യേണ്ടത് ചെയ്യുന്നു, സാമ്പത്തികാവസ്ഥ നിലനിർത്താൻ ചെയ്യേണ്ടത് ചെയ്യുന്നു, സന്തോഷവും മറ്റു കാര്യങ്ങളും നിലനിർത്താൻ ആവശ്യമായത് സ്ഥിരമായി ചെയ്യുന്നു. ഇബാദത്തിന്റെ, ദീനിന്റെ, പരലോകത്തിന്റെ കാര്യം എന്താണ്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, യാതൊരു വീഴ്ചയും കുറവുകളുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതിനുവേണ്ടി നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ മുന്നൊരുക്കമായി ചെയ്തു വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ലോകത്ത് വലിയ വലിയ ധനാഢ്യന്മാർ ജീവിച്ച് മരിച്ചുപോയി. അവരെയൊന്നും ലോകം ഇന്ന് ഓർക്കുന്നില്ല. എന്നാൽ കൊല്ലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മഹാമനുഷ്യന്മാരായ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇന്നും ചർച്ചാ വിഷയങ്ങളാണ്. അവരുടെ ത്യാഗോജ്വലമായ മുന്നേറ്റം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒരു ഖുത്ബ, അല്ലെ, ഓരോ വെള്ളിയാഴ്ചയും ലോകത്തുടനീളമുള്ള മിമ്പറുകളിൽ നടക്കുന്ന ഖുത്ബകളിൽ നിന്ന് ഇമാം ബുഖാരിയുടെ, ഇമാം മുസ്ലിമിന്റെ ഖബറിലേക്ക് നന്മകൾ പോകുന്നുണ്ട്. എന്തേ കാരണം? അവർ ജീവിതകാലത്തെ ദുനിയാവിന്റെ പിന്നാലെ കെട്ടിയിടല്ല ചെയ്തത്, മറിച്ച് ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടി, ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, ദീനീ വിജ്ഞാനത്തിന്റെ ശരിയായ സ്രോതസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടി രാവും പകലും നീണ്ട കിലോമീറ്ററുകൾ വാഹനമില്ലാതെ കാൽനടയായി സഞ്ചരിച്ച് ഹദീസുകൾ സമാഹരിച്ചെടുത്ത് അതിലെ നെല്ലും പതിരും വേർതിരിച്ച് രേഖപ്പെടുത്തി വെച്ച് മരണപ്പെട്ടുപോയ മഹാപണ്ഡിതന്മാർ റഹിമഹുമുല്ലാഹ്. നമ്മുടെ ജീവിതവും നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കണം. ആരാണ് ഏറ്റവും നല്ലവൻ? അക്തറുഹും ലിൽ മൗതി ദിക്റൻ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ. ധാരാളമായി മരണത്തെ ഓർക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ 5 ക്വാളിറ്റീസ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കി മുന്നോട്ട് പോവുക. പടച്ചറബ് സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദീനിനെയും, നമ്മുടെ സമ്പത്തിനെയും, നമ്മുടെ ആരോഗ്യത്തെയും, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ എല്ലാ അവസ്ഥകളെയും, നമ്മുടെ ഐശ്വര്യത്തെയും, നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹത്തെയും അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള മുസീബത്തുകളെ പടച്ചറബ് തടുക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നല്ല മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുമുള്ള ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ.
അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഴയെ അള്ളാഹു നമുക്ക് അനുകൂലമാക്കുമാറാവട്ടെ. മഴയുടെ പ്രതികൂലാവസ്ഥയിൽ നിന്ന് പടച്ചറബ് നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ വിവാഹം പ്രായമെത്തിയ ആളുകൾക്ക് നല്ല ഇണകളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു ദീനും ഇൽമും ഉയർച്ചയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സമ്പത്തിലും ആരോഗ്യത്തിലും കുടുംബത്തിലും ഖൈറും ബറക്കത്തും ഖുർറത്തു ഐനും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് നാം അനുഭവിക്കുന്ന നിർഭയത്വം, സ്വാതന്ത്ര്യം, ഈ ജനാധിപത്യം അത് പലയിടങ്ങളിലും തകർക്കപ്പെടുമ്പോൾ പടച്ചറബ് അതിനെ തിരിച്ചു പിടിക്കുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ നന്മയാഗ്രഹിക്കുന്ന, സാഹോദര്യം ആഗ്രഹിക്കുന്ന ജനാധിപത്യത്തിന്റെ കാവലാളുകൾക്ക് രാജ്യത്തിന്റെ അധികാരം പടച്ചറബ് തിരിച്ചു നൽകുമാറാവട്ടെ. ലോകത്തുടനീളം ഇന്നും കഷ്ടപ്പെടുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, തീ തിന്ന് ജീവിക്കുന്ന പിഞ്ചുബാല്യങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യന്മാർ അള്ളാഹു അവർക്കെല്ലാവർക്കും ആശ്വാസവും സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യട്ടെ. മനുഷ്യരെ കൊല്ലാകൊല ചെയ്തും പ്രതിസന്ധിയിലായെത്തിയും സാമ്പത്തിക വരുമാനം ആഗ്രഹിച്ച് രാജ്യാതിർത്തി വികസിപ്പിക്കാൻ കൊതിക്കുന്ന അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള അവർക്കൊത്താശ ചെയ്യുന്ന വൻകിട ശക്തികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള അധർമ്മങ്ങൾക്ക്, അന്യായങ്ങൾക്ക്, അക്രമങ്ങൾക്ക് തക്കതായത് സമ്മാനിക്കുമാറാവട്ടെ. അവരുടെ എല്ലാ ധാർഷ്ട്യവും പടച്ചറബ് അവസാനിപ്പിക്കുമാറാവട്ടെ. അവരുടെ തന്ത്രങ്ങൾക്ക് പകരമായി പടച്ചറബ് തന്ത്രം മെനയുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുടനീളമുള്ള മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, നിർഭയത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.